ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാഴ് വസ്തുക്കളിൽ നിന്ന് മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ എൻ്റെ കയ്യിലുള്ളൊരു സെല്ലോ ടേപ്പിൻ്റെ അതായത് അതിൻ്റെ ബൈൻഡ് റൗണ്ടാണിത്. അത് ഞാൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബൈൻഡിൽ റൗണ്ട് ഷേപ്പ് അടയാളപ്പെടുത്തി അത് ഒരു ബൈൻഡാണിത്. ഇതും നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈറ്റ് ബോർഡാണ്. അത് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്ത് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഐറ്റമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടാണ്. ഇത് B7000 എന്ന് പറയുന്നത് നല്ലൊരു ഗമ്മാണ്. നമ്മളെ ഫെവി ബോണ്ടിനേക്കാളും ബെറ്റർ തന്നെയാണ്. അത് ഗ്ലാസ്സൊക്കെ ഒട്ടിക്കാനായിട്ടും ഗ്ലാസ് ഷീറ്റ് ഒട്ടിക്കാനായിട്ടും മനോഹരമായിട്ടുള്ളതാണ്. ഇനി ഞാൻ ഒരു ഡോൾ, അതായത് ഒരു പാവേനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി സിമ്പിളായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണിത്. ആ ഒരു കമ്പി ഒരു ആൾ രൂപം പോലെ ഞാൻ വളച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ഹെഡും 2 കൈയും 2 കാലും. ആ ഒരു 2 കൈയിനെയാണ് നമ്മൾ കെട്ട് കമ്പി, അത് നമുക്ക് ഒരു 15 രൂപ ഒരു 10 രൂപ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ തന്നെ വേറൊരു വളരെ നൈസായിട്ടുള്ളൊരു കമ്പി കിട്ടും. തൊട്ടടുത്ത് തന്നെ ഒരു ഓറഞ്ച് കളറിലാണ് അതിരിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ കളറല്ല, ഒരു ഓറഞ്ച് കളറിൽ നമുക്കിതേപോലെ ചുറ്റി നമ്മൾ നൂല് പോലെ വരിഞ്ഞ് എടുക്കാവുന്ന ഒരു കമ്പിയാണത്. അത് വെച്ച് കെട്ടി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പിടിപ്പിക്കാനായിട്ട് ഇത് സോപ്പ് കട്ടയാണ്. അത് നൈസായിട്ട് സ്ലൈഡായിട്ട് ഞാൻ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അതും സെൻറ്ററിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഡോൾ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ പഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കൈയൊക്കെ കെട്ടി വെച്ചില്ല, അത് കംപ്ലീറ്റ് കവർ ചെയ്യാണ് പഞ്ഞി കൊണ്ട്. അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് നമ്മൾ പഞ്ഞി വെച്ച് കവർ ചെയ്യണം. നമ്മുടെ കയ്യിൽ ആ ഫെവി ബോണ്ട് പറ്റുന്നുണ്ട്, അതാണ് പഞ്ഞി നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കുന്നത്. അത് പരമാവധി വരാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ ഇപ്പം ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ബോഡിക്കും വെറുതെ പഞ്ഞി ചുറ്റി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിലും അനായാസേന ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഹെഡ് പോർഷനാക്കി എടുക്കാനായിട്ട് ഞാൻ വീണ്ടും ആ കെട്ട് കമ്പി വെച്ച് ആ ഒരു ഹെഡിൻ്റെ പോർഷൻ റൗണ്ട് ചെയ്ത് കമ്പി വെച്ച് വളച്ച് ചുറ്റി അങ്ങ് വെച്ചപ്പോൾ ആ ഒരു ഹെഡിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി അത് നീറ്റായിട്ടൊരു ഷേപ്പാക്കി 2 കൈയും അതുപോലെ ഒരു ഹെഡ് 2 കാലും കൂടി റെഡിയാക്കി കഴിഞ്ഞ് ഇനി ആ ഒരു ഹെഡ് പോർഷനിൽ ഇത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ സോക്സാണ്, വൈറ്റ് കളറിലെയാണ്. അത് വെച്ച് റൗണ്ട് ചെയ്യുമ്പോൾ ഈ പഞ്ഞി ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അത് ഇളകി പോകാനും സാധ്യതയില്ല. അതുകൊണ്ട് അത് ഞാൻ ഇതുപോലെ നൈസായിട്ടുള്ള കമ്പി കൊണ്ട് അത് ചുറ്റി അതങ്ങ് കെട്ടി വരിഞ്ഞ് മാറ്റി. അപ്പം പിന്നെ അതിൽ നിന്ന് പോകാൻ ഒരു സാധ്യതയുമില്ല. ഇതുപോലെ ചുറ്റി താഴോട്ട് അത് നൈസായിട്ടുള്ള ഗോൾഡൻ വയർ നമുക്ക് കിട്ടും, വളരെ നൈസായിട്ടുള്ളത്. വിലയും കുറവാണ്. കട്ടിയായിട്ടുള്ളത് അല്ല, പ്രത്യേകം ചോദിച്ച് വാങ്ങിച്ചാൽ മതി. നമുക്ക് ഈ കെട്ടിയെടുക്കാവുന്നതാണ്. ഇനി ആ ഒരു കൈയും ആ ഒരു കൈ ഭാഗവും ഞാൻ ഇതുപോലെ സോക്സ് വെച്ച് ചുറ്റി അത് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് അതിൻ്റെ ഡ്രസ്സും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ ആ ഡ്രസ്സിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും പിന്നെ സ്പോഞ്ച് ഷീറ്റ് കൊണ്ട് ആദ്യമേ ചുറ്റി അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഫോം ഷീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസാണ്. നമ്മളെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഹെയറിനെന്ന് പറഞ്ഞാൽ അതും ആ ഒരു ചുറ്റ് കമ്പിയാണ്, നൈസ് കമ്പിയാണ്. വേറെ അതിൻ്റെ നൂലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അത് അപ്പോഴുള്ളത് കൊണ്ട് മാത്രം ഞാനത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഡെക്കറേഷൻ കംപ്ലീറ്റ് ഒന്നെന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ്സിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റഡ്, ഒരു കമ്മലിൻ്റെ സ്റ്റഡാണത്. എൻ്റെ കയ്യിലുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് ഞാനതിൽ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണിന് വേണ്ടിയിട്ട് ചെറിയ 2 പൊട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ആ കളർ ചെയ്തെടുക്കുക, ബോഡി കളർ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ തെർമോക്കോളിൻ്റെ ബബിൾസുകൾ കൊണ്ട് അതിൻ്റെ അകം ഫില്ല് ചെയ്ത് ഇനിയെന്ന് വെച്ചാൽ ആ ഒരു ഫോം ഷീറ്റുകൾ കൊണ്ട് ഒട്ടിക്കുകയും ചെയ്ത് അതുപോലെ തന്നെ ഗോൾഡൻ ചെയിൻ കൊണ്ടാണ് അതിൻ്റെ താഴ്ഭാഗം ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. മുത്തുകളുണ്ട് അലങ്കരിച്ചും മുകളിലും മുത്തും അതുപോലെ തന്നെ ആ ഗോൾഡൻ ചെയിൻ കൊണ്ട് ഒട്ടിച്ചെടുത്തപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ചെറിയ ഒരു ഗിഫ്റ്റ് ഐറ്റവും അതുപോലെ തന്നെ നമുക്ക് ഡെക്കറേഷൻ ഐറ്റവും ആയിക്കഴിഞ്ഞ്
ഇതുപോലെ ഇനിയും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട്, ഇത് ബോട്ടിലാണ്, 2 ബോട്ടിലിൻ്റെ മുകൾ ഭാഗമാണ് ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ബോട്ടിൽ അതിൻ്റെ അകത്തോട്ടാണ് ഈ ഒരു ഡോളിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ വീണ്ടും ചെറിയൊരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം അത് ഒട്ടിച്ച് അലങ്കരിച്ചിരിക്കും. വേണമെങ്കിൽ LED ബൾബ് വെച്ച് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ മനോഹരവും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ഐറ്റമാണിത്.